ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബിശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഇന്ന് പരിശുദ്ധ ഖുർആനിലെ 28-ാമത്തെ പേജാണ് നമ്മൾ അർത്ഥവും ആശയവും മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. സൂറത്തുൽ ബഖറയിലെ 182 തുടങ്ങി 186 വരെയാണ് ഈ പേജിലുള്ളത്. നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് വസിയത്തിനെ കുറിച്ചിട്ടായിരുന്നു. ആരെങ്കിലും മരണമാസന്നമായാൽ മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും വസിയത്ത് ചെയ്യണമെന്ന് ആണ് പറഞ്ഞത്. അത് വസിയത്തിന്റെ കാര്യത്തിൽ ആദ്യം അവതരിച്ച ആയത്താണിത്. അത് കഴിഞ്ഞിട്ട് സൂറത്തു നിസായിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് തുടർന്ന് കാണാം ആർക്കൊക്കെ എങ്ങനെയൊക്കെയാണ് വസിയത്ത് എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അപ്പൊ ഇതിൽ പറഞ്ഞു, അത് കഴിഞ്ഞിട്ടൊന്നും ഇനി ആരെങ്കിലും ആ വസിയത്തിനെ കേട്ടതിന് ശേഷം മാറ്റിമറിച്ചാൽ അതിന്റെ ശിക്ഷ ആ മാറ്റിമറിക്കുന്നവർക്കാണ്, വസിയത്ത് ചെയ്തവർക്കല്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ലാസ്റ്റ് നിർത്തിയത്. അടുത്ത ആയത്തും ഇതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ തന്നെയാണ്. നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فمن خاف من موص جنفا أو إثما فأصلح بينهم فلا إثم عليه إن الله غفور رحيم. ഇതിൽ പറയണത് എന്താണെന്ന് വെച്ചാൽ, ഈ വസിയത്ത് ചെയ്യണ ആള് എന്തെങ്കിലും നല്ല രീതിയിലല്ലാത്ത വസിയത്ത് ചെയ്താൽ, അതായത് ആളുടെ ഭാഗത്ത് ചെയ്ത വസിയത്തിൽ എന്തെങ്കിലും തെറ്റോ കുറ്റമോ ഒക്കെ ഉള്ളതായിട്ട് കണ്ടാൽ, ആരെങ്കിലും അതിനെ ഭയപ്പെട്ടാൽ അതിനിടയിൽ നന്നാക്കി തീർക്കുന്നതിൽ തെറ്റില്ലാന്ന്. അതായത് ഇപ്പോൾ ഒരാൾ മരിക്കണ സമയത്ത് പറഞ്ഞു ആൾക്ക് കുറച്ച് സ്വത്തുള്ളൂ, അവർ കുറേ മക്കളും ഉണ്ട്, എന്നിട്ട് ആൾ അതിൽ നിന്നും 1/3 ഭാഗം നമ്മൾ വസിയത്ത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ആൾ ചെയ്തതും അങ്ങനെ തന്നെയാണ്, 1/3 ഭാഗം തന്നെയാണ് വസിയത്ത് ചെയ്തത്. പക്ഷെ അത് തൻ്റെ ഏതെങ്കിലും മക്കളോടുള്ള ദേഷ്യം കൊണ്ടോ, കാരണം ഇവർക്ക് കിട്ടരുത് എന്നുള്ള ഉദ്ദേശം കൊണ്ടോ, അല്ലെങ്കിൽ ഭയങ്കര പൈസയുള്ള ഒരു അടുത്ത ബന്ധുവിന്, അവരുടെ ബന്ധത്തിലുള്ള ഇത് തീരെ മോശമല്ലാത്ത നല്ല രീതിയിൽ ജീവിക്കണ ഒരാൾക്ക് വസിയത്ത് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെ, മക്കൾ പട്ടിണി കിടക്കുമ്പോൾ. അപ്പൊ അങ്ങനെ നീതിപൂർവമല്ലാത്ത ഏതെങ്കിലും ഒരു വസിയത്താണ് ഈ മരണമാസന്നമായ ആൾ നടത്തിയതെങ്കിൽ അത് കേട്ടവർക്ക് ബന്ധുക്കളോടൊക്കെ കൂടി ആലോചിച്ചിട്ട് അതിൽ എന്താണ് നന്നാക്കി തീർക്കാൻ, ആ വസിയത്തിനെ നന്നാക്കി തീർക്കുന്നതിൽ കുറ്റമില്ല. ആദ്യം നമ്മൾ തൊട്ടുമ്പത്തായത്തിൽ എന്താ പറഞ്ഞത്, ഈ വസിയത്തിനെ ആരെങ്കിലും കേട്ടതിന് ശേഷം അതിൽ മാറ്റിമറിച്ചാൽ അതിന്റെ ശിക്ഷ അവർക്ക് മാറ്റിമറിക്കുന്നവനാണെന്നാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ അള്ളാഹു പറയണത്, ഈ വസിയത്ത് ചെയ്യണ ആള് ചെയ്ത വസിയത്തിൽ എന്തെങ്കിലും നല്ല രീതിയിലല്ലാത്ത അതിലെന്തെങ്കിലും അനീതി കണ്ടു കഴിഞ്ഞാൽ ബാക്കി ഉള്ളവരെല്ലാം കൂടി, ഒരാൾ ഒറ്റയ്ക്ക് തീരുമാനം മാറ്റാൻ പാടില്ല, അവിടെയുള്ള കുടുംബത്തിലെ ബന്ധപ്പെട്ടവരുമായി ഒക്കെ കൂടി ആലോചിച്ചുകൊണ്ട് ആ വസിയത്തിന് നന്നാക്കി തീർക്കുന്നതിൽ കുറ്റമില്ല എന്നാണ് അള്ളാഹു പറയണത്. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. നിശ്ചയമായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ്, കരുണാനിധിയാണ്. അത്രയേ ഉള്ളൂ വസിയത്തിനെ കുറിച്ചിട്ട് പറയണത്. അടുത്തൊരു വിഷയമാണ് പറയണത്, നോക്കാം നമുക്ക്. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. യാ അയ്യുഹല്ലദീന ആമനു, ഹേ വിശ്വസിച്ചവരെ വിളിച്ചിട്ടാണ് അള്ളാഹു പറയണത്. കുത്തിബ, നിയമമാക്കിയിരിക്കുന്നു. ഇതിനു മുമ്പും നമ്മളിപ്പോൾ നിയമങ്ങളാണ് ഇതിനു മുമ്പൊക്കെ പറഞ്ഞതല്ലേ. ആദ്യം പറഞ്ഞ നിയമം എന്തായിരുന്നു? പ്രതിക്രിയ നടത്തൽ, ഒരു കൊലപാതകം നടന്നാൽ പ്രതിക്രിയ നടത്തൽ, അത് നിങ്ങളുടെ മേൽ നിയമമാണെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞ എന്തായിരുന്നു? വസിയത്തിനെ കുറിച്ച്. അവിടെയും പറഞ്ഞത് കുത്തിബാലേക്കും ഇതാ അഹദക്കുമുൽ മൗത്ത് എന്നാണ് പറഞ്ഞത്. ആരെങ്കിലും മരണമാസന്നമായാൽ അവർക്ക് വസിയത്ത് ചെയ്യൽ നിയമമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെയും സത്യവിശ്വാസികൾ വിളിച്ചുകൊണ്ടാണ് അള്ളാഹു പറയണത്, എന്താ, നിങ്ങളുടെ മേല് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. യാ യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം. സിയാം എന്ന് വെച്ചാൽ നോമ്പ് നോൽക്കൽ നിങ്ങൾക്ക് നിയമമാക്കിയിരിക്കുന്നു. എങ്ങനെ? കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും. ആ കാ എന്ന് വെച്ചാൽ പോലെ എന്നുള്ള അർത്ഥമാണ്. നിങ്ങളുടെ മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും നോമ്പ് നിയമമാക്കിയിരിക്കുന്നു. അപ്പൊ ഈ ഒരിക്കലും എന്താണ് നോമ്പ് എടുക്കാൻ എന്ന് പറഞ്ഞാൽ ആർക്കും ഒരു ബുദ്ധിമുട്ട് തോന്നണ്ടെന്ന് ഓർത്തിട്ട് അള്ളാഹു പറഞ്ഞു തരാണ്, നിങ്ങൾക്ക് മാത്രം വെച്ച നിയമമല്ല ഇത്, നിങ്ങളുടെ മുൻപുള്ളവർക്കും ഇതുപോലെ നോമ്പുണ്ടായിരുന്നു. രൂപത്തിലും
രീതിയിലും ഒക്കെ വ്യത്യാസമായിരുന്നു മുമ്പുള്ളവരുടെ നോമ്പും നമ്മളുടെ നോമ്പും അല്ലെ. എല്ലാ മതസ്ഥരിലും നോമ്പുണ്ടല്ലേ, നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയാം. ഹിന്ദു മതത്തിലുണ്ട്, ക്രിസ്തു മതത്തിലുണ്ട്, ജൈന മതത്തിലുണ്ട്, എല്ലാ മതത്തിലും അവരുടേതായ രീതിയിലുള്ള നോമ്പുകളുണ്ട്. അപ്പൊ നമുക്ക് മാത്രം നിയമമാക്കിയ ഒരു കാര്യമല്ല എന്നാണ് അള്ളാഹു പറയണത്. നിങ്ങളുടെ മുമ്പുള്ള ജനങ്ങളിലും ഇത് നിയമമാക്കിയിരുന്നു. എന്തിനു വേണ്ടിയാണ് നോമ്പ് നിയമമാക്കിയത്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകാൻ വേണ്ടി. ഈ നോമ്പ് കൊണ്ട് നമുക്ക് കിട്ടണ ഗുണം എന്താ? തഖ്വയുള്ളവരാകുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിലും സൂക്ഷ്മതയുള്ളവരാണ് അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹൃദയത്തിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞെന്താ? അത്തഖ്വ ഹാഹുന എന്നാണ്. തഖ്വ എന്ന് പറയുന്നത് ഇവിടെയാണ്, ഹൃദയത്തിലാണ് ആ തഖ്വ ഉണ്ടാവേണ്ടത് അല്ലെ. നമ്മൾ നോമ്പെടുക്കുമ്പോൾ നമുക്ക് അനുവദനീയമായ ഏതൊരു കാര്യത്തിനും നമ്മളവിടെ കൺട്രോൾ ചെയ്യണം. നമ്മുടെ വിൽ പവർ അവിടെ ഇമ്പ്രൂവ് ആവുക ചെയ്യണം നോമ്പെടുക്കുമ്പോൾ അല്ലെ. നമ്മുടെ മുമ്പിൽ ഭക്ഷണം ഉണ്ട്, എന്നിട്ടും നമ്മളത് കഴിക്കണില്ല. നമ്മുടെ ഇണകൾ നമ്മുടെ കൂടെ ഉണ്ട്, എന്നിട്ട് അതിലും നമ്മൾ കൺട്രോൾ ചെയ്യാണ്. അപ്പൊ അള്ളാഹു നമ്മുടെ ഹൃദയത്തിനെ ഒരു ട്രെയിനിങ് തരാണ് ഏതൊരു അവസരത്തിലും അല്ലെ. നമ്മുടെ നാവിനെ സൂക്ഷിക്കുകയാണ് നോമ്പെടുക്കുമ്പോൾ. സംസാരം വളരെ നമ്മൾ സൂക്ഷിച്ചുകൊണ്ടേ ചെയ്യുള്ളൂ അല്ലെ നോമ്പെടുക്കുമ്പോൾ. അപ്പൊ നമുക്ക് എന്താണ് അപ്പൊ നോമ്പിൽ നിന്ന് കിട്ടണത്? നമ്മൾ സൂക്ഷ്മതയുള്ളവരാവാണ്. ലഅല്ലക്കും തത്തഖൂൻ എന്നാണ് അള്ളാഹു പറഞ്ഞിരിക്കണേ. ഇനി അടുത്ത ആയത്തിൽ പറയണത് അയ്യാമം മഅദൂദാത്ത്, ചില എണ്ണപ്പെട്ട ദിവസങ്ങളാണ് നിങ്ങൾക്ക് നോമ്പ് തന്നിട്ടുള്ളത്. നോമ്പ് നിർബന്ധമാക്കി എന്ന് പറഞ്ഞിട്ടുണ്ട്, എണ്ണപ്പെട്ട ചില ദിവസങ്ങൾ എന്ന് പറഞ്ഞു. ഈ ഒരു ആയത്തിനെ സംബന്ധിച്ച് പറയണത്, മുമ്പത്തെ കാലത്ത് നോമ്പ് ആകെ മാസത്തിൽ 3 നോമ്പെടുക്കണം എന്ന് മാത്രമേ നിയമം ഉണ്ടായിരുന്നുള്ളൂ. എല്ലാ മാസവും 3 നോമ്പ് വെച്ചെടുക്കണം. അതും എടുക്കാൻ കഴിവുള്ളവരും നോമ്പെടുത്തില്ലെങ്കിൽ അതിന് ഫിദിയ കൊടുത്താൽ മതി. അങ്ങനെയായിരുന്നു ആദ്യം ഉണ്ടായിരുന്ന നോമ്പ്. പിന്നീടാണ് അള്ളാഹു ഇതിനെ റംലാൻ മാസത്തിലെ നോമ്പ് നിർബന്ധമാക്കിയത്. അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അയ്യാമം മഅദൂദാത്ത്, എണ്ണപ്പെട്ട ദിവസങ്ങൾ എന്ന് പറയുന്നത് ആ 3 ദിവസങ്ങളെ കുറിച്ചിട്ടാണെന്നും പറയുന്നുണ്ട്. അല്ല, റംലാൻ മാസത്തിലും എണ്ണപ്പെട്ട ദിവസങ്ങളല്ലേ ഉള്ളൂ, ഒരു വർഷത്തിൽ നമുക്ക് 1 മാസേ നോമ്പുള്ളൂ, അതിനെ കുറിച്ചിട്ടാണ് പറയണത്. പിന്നെ ഫമൻ കാന മിൻകും മരീളൻ ഔ അലാ സഫരിൻ, നിങ്ങളിൽ ആരെങ്കിലും രോഗിയായിട്ടുള്ള ആളോ അല്ലെങ്കിൽ സഫരിൻ എന്ന് വെച്ചാൽ യാത്രയിൽ, നിങ്ങൾ യാത്രയിലോ ആണെങ്കിൽ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, നിങ്ങൾ അത്രയും ദിവസം വേറെ ദിവസത്തിൽ നിന്നും എടുത്തു വീട്ടിയാൽ മതി. മറ്റുള്ള ദിവസങ്ങളിൽ അത് എടുത്തു വീട്ടിയാൽ മതി. യാത്രയിലായിരിക്കണം ഒരാൾ നോമ്പെടുക്കണം നിർബന്ധമില്ല. രോഗിയായ ഒരാളും കഷ്ടപ്പെട്ട് നോമ്പെടുക്കണം നിർബന്ധമില്ല. അത് നമ്മൾ പിന്നീട് എടുത്തു വീട്ടിയാൽ മതി. വഅലല്ലദീന യുതീഖൂനഹു, അവിടെ യുതീഖൂനഹു എന്ന് വെച്ചാൽ വളരെ ഞെരുങ്ങി കഴിവുണ്ടാക്കുക. ഒരാൾക്ക് നോമ്പെടുക്കാൻ പറ്റും, പക്ഷെ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ പ്രായമായ ആൾക്കാർക്ക് നോമ്പെടുക്കാൻ ചിലപ്പോൾ പറ്റും, പക്ഷെ അവരെ സംബന്ധിച്ച് അത് വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞെരുങ്ങി നോമ്പെടുക്കണ ആൾക്കാർക്കും ഫിദിയത്തുൻ ത്വആമു മിസ്കീൻ, അവർക്കും അതിന് പ്രായശ്ചിത്തം എന്താണ്? ആ നോമ്പെടുക്കുന്നതിന് പകരം പ്രായശ്ചിത്തമായിട്ട് ഒരു പാവപ്പെട്ടവന്റെ ഭക്ഷണം, ഒരു മിസ്കീനിന്റെ ഭക്ഷണം, ഒരു നേരത്തെ ഭക്ഷണമാണ് ഒരു നോമ്പിന് പകരമായിട്ട് കൊടുക്കേണ്ടതെന്ന്. അപ്പൊ ഈ യുതീഖൂനഹു എന്ന് പറഞ്ഞതിൽ 2-3 അഭിപ്രായം പറയുന്നുണ്ട്. മുമ്പത്തെ കാലത്ത് ഞാൻ പറഞ്ഞില്ലേ, ആരോഗ്യമുള്ള ഒരാളും ചിലപ്പോൾ നോമ്പെടുക്കാറുണ്ടായിരുന്നില്ല. അയാളും നോമ്പെടുക്കാണ്ട് പകരം ഇതുപോലെ ഒരു മിസ്കീന് ഭക്ഷണം കൊടുത്തിരുന്നു. പിന്നെ തീരെ ബുദ്ധിമുട്ടി നോമ്പെടുക്കാൻ നല്ല കഷ്ടപ്പാടാണ്, നോമ്പെടുക്കാൻ പറ്റും അവർക്ക്, പക്ഷെ അങ്ങനെ കഷ്ടപ്പെട്ട് നോമ്പെടുക്കണവർ അവരും അങ്ങനെ കഷ്ടപ്പെടണം എന്നില്ല. ഇതുപോലെ പ്രായശ്ചിത്തം നൽകിയാൽ മതി എന്നാണ് അള്ളാഹുവിടെ പറയണത്. ഇനി ഫമൻ തതവ്വഅ ഖൈറൻ, ഇനി വല്ലവരും നന്മ, ഇവിടെ ഖൈറെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ധനം കൊണ്ടുള്ള ഖൈറാണ്, നന്മയാണ്, ധനമാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു മിസ്കീന് ഭക്ഷണം കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത് അല്ലേ. ഇനി ആരെങ്കിലും സ്വന്തമായിട്ട് നമുക്ക് സ്വന്തം തോന്നിയിട്ട് കുറച്ചും കൂടി കൂടുതൽ ആൾക്കാർക്ക് കൊടുത്താൽ ഫഹുവ ഖൈറുല്ല, അത് അവന് നല്ലതാണ്. അപ്പോൾ ഒരാൾക്ക് കൊടുക്കണം എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ നിയമം. ഇനി ആരെങ്കിലും സ്വമേധയാ വല്ല നന്മയും ചെയ്താൽ, സ്വമേധയാ നന്മ ചെയ്യാന്ന് വെച്ചാൽ അതിൽ കൂടുതലായിട്ട് നമ്മൾ ധനം ചെലവഴിച്ചാൽ അതവർക്ക് നല്ലതാണ്. വഅൻ തസൂമു, ഇനി അല്ല നിങ്ങൾ നോമ്പ് നോൽക്കുന്നതാണ് ഖൈറുൻ ലക്കും, നിങ്ങൾക്ക് ഉത്തമമായത്. ഇൻ കുന്തും തഅലമൂൻ, നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ. അപ്പൊ നിങ്ങൾ ഇപ്പം ഒരാൾക്ക് നോമ്പെടുക്കാൻ പറ്റിയാൽ, ഒരാൾ രോഗിയോ അല്ലെങ്കിൽ യാത്രയിലോ ആയാൽ അയാൾ വേറെ ദിവസം എടുത്ത് വീട്ടിയാൽ മതി. ഇനി അല്ല തീരെ ഞെരുക്കമുള്ളവരാണെങ്കിൽ അതിന് പകരം അവർ ഫിദിയ കൊടുത്താൽ മതി, പ്രായശ്ചിത്തം കൊടുത്താൽ മതി. പ്രായശ്ചിത്തം എന്ന് പറയുന്നത് ഒരു മിസ്കീനിന്റെ ഒരു നേരത്തെ ഭക്ഷണമാണ് ഒരു നോമ്പിന് കൊടുക്കേണ്ടത്. ഇനി ഒരാൾക്ക് അതിൽ കൂടുതൽ കൊടുക്കാൻ
കഴിവുണ്ട്, നന്മ അവർ കൂടുതലായിട്ട് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് നല്ലതാണ്, ഗുണമാണ് നിങ്ങൾക്ക് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ. പിന്നെന്താ, ഇതൊക്കെ ആണെങ്കിൽ കൂടിയിട്ടും നിങ്ങൾ നോമ്പെടുക്കുന്നത് തന്നെയാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം എന്നാണ് അള്ളാഹു ഇവിടെ പറഞ്ഞു തരണത്. ഈ ആയത്തിനെ കുറിച്ച് പറയണത് ഹിജ്റ 2-ാം വർഷത്തിലാണ് നമുക്ക് നോമ്പ് നിർബന്ധമായത്. ഹിജ്റ 2-ാം വർഷം ആദ്യം യുദ്ധത്തിന്റെ നിയമം വന്നു. അത് കഴിഞ്ഞ് അല്പം കഴിഞ്ഞിട്ടാണ് അള്ളാഹു നോമ്പ് നിർബന്ധമാക്കിയത്. അപ്പൊ ഈ നോമ്പ് നിർബന്ധമായ ആദ്യഘട്ടത്തിൽ സത്യവിശ്വാസികൾക്ക് അത് ഭയങ്കര പ്രയാസമായിട്ട് അനുഭവപ്പെട്ടു. അപ്പൊ അള്ളാഹു പറഞ്ഞു എന്താണ്, നോമ്പ് എടുക്കാൻ കഴിവുള്ളവർ, ഇപ്പൊ രോഗമുള്ളവരോ അല്ലെങ്കിൽ യാത്രയിലോ അല്ലാത്ത ആളുകളുണ്ടല്ലോ, നല്ല ആരോഗ്യമുള്ള ആളുകളാണെങ്കിൽ കൂടിയും നോമ്പെടുത്തില്ലെങ്കിൽ പകരം അവര് എന്താണ് ഫിദിയ കൊടുത്താൽ മതി എന്നായിരുന്നു ആദ്യം ഉണ്ടായിരുന്ന നിയമം. അത് ഒരു നേരത്തെ സാധുവിന് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കല്. അത് കഴിഞ്ഞിട്ട് അള്ളാഹു പിന്നീടാണ്, അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ടാണ് അടുത്ത ആയത്ത് 185-ാമത്തെ ആയത്ത് അവതരിക്കണത്. ഈ റമളാനിൽ നോമ്പെടുക്കണം എന്നുള്ളൊരു ആയത്ത് അവതരിക്കണത്. അതോടുകൂടി ഇതിനു മുമ്പുള്ള ഈ ആയത്ത് അവിടെ ദുർബലപ്പെടുകയാണ് ചെയ്തത്. അപ്പൊ അടുത്ത ആയത്ത് നമുക്ക് നോക്കാം. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان. എല്ലാവർക്കും നല്ല പരിചയമുള്ള ഒരു ആയത്തായിരിക്കും. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ റമളാൻ മാസത്തിലാണുള്ളത്. അപ്പോൾ ഈ ആയത്ത് ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പം എന്താണ് ഇതിൽ പറഞ്ഞത്? ഷഹറു റമളാൻ അല്ലതി, ഈ റമളാൻ മാസം, അല്ലതി അതിന്റെ പ്രത്യേകത പറയാണ്. അല്ലതി ഉൻസില ഫീഹിൽ ഖുർആൻ. എന്താണ് റമളാൻ മാസത്തിന്റെ പ്രത്യേകത? ഈ മാസത്തിലാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. നിങ്ങൾക്ക് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് റമളാൻ. എന്തിനു വേണ്ടിയാണ്? ഹുദൻ ലിന്നാസ്, മനുഷ്യർക്ക് മാർഗദർശനമായി, വബയ്യിനാത്തിൻ, തെളിവുകളായും, മിനൽ ഹുദ, മാർഗദർശനമാകുന്ന, വൽ ഫുർഖാൻ. അത്രയാണ് അള്ളാഹു റമളാൻ മാസത്തിന്റെ പ്രത്യേകതയായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഈ മാസത്തിലാണ് ഖുർആൻ അവതരിച്ചത്. അതെന്തിനു വേണ്ടിയാണ് അവതരിച്ചത്? ഹുദൻ, മാർഗദർശനമായിട്ടാണ്. ആർക്കാണ്? മനുഷ്യർക്ക്. ഒരിക്കലും മുസ്ലിങ്ങൾക്കെന്ന് ഇവിടെ അള്ളാഹു പറഞ്ഞിട്ടില്ല. മനുഷ്യർക്ക് വേണ്ടി, ലോക ജനതയ്ക്ക് വേണ്ടി അവതരിച്ചതാണ് ഖുർആൻ. പിന്നെ എന്തൊക്കെയാണ് അതിലുള്ളത്? തെളിവുകൾ, വബയ്യിനാത്തിൻ, തെളിവുകളുണ്ട്, മിനൽ ഹുദ, മാർഗദർശനമാകുന്ന തെളിവുകൾ. അപ്പൊ നിങ്ങൾക്ക് മാർഗദർശനമുണ്ട്, അതിന്റെ തെളിവുകളുണ്ട്, വൽ ഫുർഖാൻ, ഫുർഖാൻ എന്ന് വെച്ചാൽ സത്യവും അസത്യവും വേർതിരിച്ചറിയുന്നത്. അതും ഈ ഖുർആനിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ റമളാൻ മാസത്തിന്റെ പ്രത്യേകതയായിട്ട് പറഞ്ഞത് ഖുർആൻ അവതരിച്ച മാസമാണ്. ഖുർആനിൽ റമളാൻ എന്ന ഒരു വാക്ക് ഈ ഒരൊറ്റ ആയത്തിലേ ഉള്ളൂ. സൂറത്തുൽ ബഖറയിലെ 185-ാമത്തെ ആയത്തിലാണ് റമളാൻ എന്നൊരു വാക്ക് ഈ ഖുർആനിൽ ഉള്ളത്. പിന്നെ ഈ ബയ്യിനാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ, വ്യക്തമായ തെളിവുകളാണത്. എന്താണ്? നമ്മുടെ മുമ്പുള്ള പ്രവാചകന്മാർക്കൊക്കെ അള്ളാഹു മുഅ്ജിസത്തുകൾ, വേദഗ്രന്ഥവും നൽകിയിട്ടുണ്ട്, മുഅ്ജിസത്തുകളും നൽകിയിട്ടുണ്ട് അല്ലെ. മൂസാ നബി അലൈഹി സ്വലാമിന് വടി നിലത്തിട്ടപ്പോൾ പാമ്പായി, കടലിലടിച്ചപ്പോൾ പിളർന്നു, ഒക്കെ നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. പിന്നെ എന്താ, കൈ കക്ഷത്ത് വെച്ചെടുക്കുമ്പോൾ അത് കൈ തിളങ്ങും, അതൊരു മുഅ്ജിസത്തായിരുന്നു. ഈസാ നബി അലൈഹി സ്വലാമിനോ, ഈസാ നബി അലൈഹി സ്വലാമിന് മരിച്ചു കിടക്കുന്ന ആളെ തടവിയാൽ ആളെ എണീക്കും, ജീവൻ കിട്ടുമായിരുന്നു. കണ്ണ് കാണാത്ത ആളുകളെ തടവിയാൽ കാഴ്ച കിട്ടുമായിരുന്നു. വെള്ളപ്പാണ്ടുള്ളവരെ ആ അസുഖം മാറ്റാൻ ഈസാ നബിക്ക് കഴിയുമായിരുന്നു. അതൊക്കെയാണ് ഈസാ നബിക്ക് കൊടുത്ത മുഅ്ജിസത്തുകൾ. ഇപ്പൊ സ്വാലിഹ് നബീനെ പറയുകയാണെങ്കിൽ സ്വാലിഹ് നബിയുടെ മുഅ്ജിസത്തായിരുന്നു ഒട്ടകം. അങ്ങനെ പ്രവാചകന്മാർക്ക് എല്ലാവർക്കും തെളിവുകൾ നൽകിയിട്ടുണ്ട്. ഈ ഖുർആനിന്റെ തെളിവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖുർആൻ തന്നെയാണ്. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരുപാട് മുഅ്ജിസത്തുകളൊക്കെ നൽകിയിട്ടുണ്ട്. ഈ ഖുർആൻ അള്ളാഹുവിൽ നിന്ന് അവതരിച്ചതാണ് എന്നുള്ളതിനുള്ള തെളിവായിട്ട് ഖുർആൻ തന്നെയാണ് അതിന്റെ തെളിവ് എന്നാണ് പറഞ്ഞത്. ഇപ്പൊ മറ്റേ തെളിവുകളൊക്കെ പറഞ്ഞെന്താണ്? ആ പ്രവാചകന്മാരെല്ലാം അള്ളാഹുവിൽ നിന്നുള്ള ദൂതരാണ് എന്ന് ജനങ്ങൾക്ക് അറിയാനായിട്ട് അള്ളാഹു അവർക്ക് മുഅ്ജിസത്തുകൾ നൽകിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും മുഅ്ജിസത്തുകൾ കൊടുത്ത മുഅ്ജിസത്താണ്, ഏറ്റവും വലിയ മുഅ്ജിസത്താണ് ഖുർആൻ. ഈ ഖുർആൻ അള്ളാഹുവിൽ നിന്ന് അവതരിച്ചതാണ് എന്നുള്ളതിന്റെ തെളിവ് ഖുർആൻ തന്നെയാകുന്നു എന്നാണ് പറയണത്. ഖുർആനിലുണ്ട് ഇത് അള്ളാഹുവിൽ നിന്ന് അവതരിച്ചതാണ് ഇല്ലേ? നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു അള്ളാഹുവിന്റെ ഒരു വെല്ലുവിളി. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ അള്ളാഹുവിന് പുറമെയുള്ള എല്ലാവരും വിളിച്ചോ, ഇതുപോലെയുള്ള ഒരു സൂറത്തെങ്കിലും നിങ്ങൾ കൊണ്ടുപോവാ എന്നൊക്കെ അള്ളാഹു വെല്ലുവിളിക്കണ്ടല്ലേ. അപ്പൊ ഈ ഗ്രന്ഥം അള്ളാഹുവിൽ നിന്നുള്ളത് തന്നെയാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് ഖുർആൻ തന്നെയാണ്. അപ്പൊ റമളാൻ മാസത്തിന്റെ പ്രത്യേകത പറഞ്ഞു. ഈ മാസത്തിലാണ് ഖുർആൻ. അപ്പൊ നമ്മളെപ്പോഴും നമുക്ക് റമളാൻ മാസം എന്ന് കേട്ടാൽ എപ്പോഴും ഓർമ്മ വരാം എന്താ? നോമ്പാണ് ഓർമ്മ വരാം അല്ലെ. പക്ഷെ അള്ളാഹു ഇവിടെ ആദ്യം പറഞ്ഞത് ഖുർആനാണ്. റമളാനുമായിട്ട് ഏറ്റവും ബന്ധം ഖുർആനിനാണ്. ഖുർആനിനെയാണ് ആദ്യം അള്ളാഹു ബന്ധപ്പെടുത്തി പറഞ്ഞത്, പിന്നീടാണ് നോമ്പിനെ കുറിച്ച് പറയണത്.
അപ്പം അത് അടുത്ത ഭാഗം പറയണതാണ്, ഫമൻ ഷഹിദ മിൻകും, നിങ്ങളിൽ ആരെങ്കിലും സാക്ഷിയായാൽ അല്ലെങ്കിൽ ഹാജറുണ്ടായാൽ, ആരോഗ്യത്തോടെ നിങ്ങൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, ഈ മാസത്തിലുണ്ടെങ്കിൽ, ഈ ഫല്യസും നിങ്ങൾ, എന്നാൽ അവൻ നോമ്പനുഷ്ഠിക്കട്ടെ. ഫമൻ ഷഹിദ മിൻകുമു ഷഹ്റ, ഈ മാസത്തിൽ ആരെങ്കിലും ഹാജറുണ്ടായാൽ, ഫല്യസും എന്നാൽ അവൻ നോമ്പ് നോൽക്കട്ടെ. ഫമൻ കാന മരീളൻ, പിന്നെയും അള്ളാഹു പറയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ നിയമത്തിലും ഇത് തന്നെയായിരുന്നു അല്ലേ, ആദ്യം ഈ മാസത്തിൽ 3 ദിവസം നോമ്പെടുക്കാന്ന് പറയുമ്പോഴും ഇത് തന്നെയായിരുന്നു നിയമം പറഞ്ഞിട്ടുണ്ടായിരുന്ന, ആരോഗ്യമോ അല്ലെങ്കിൽ യാത്രയിലോ ആയിരുന്നവന് ഇളവുണ്ടായിരുന്നു. ഇവിടെ അത് തന്നെയാണ് പിന്നെ അള്ളാഹു റിപ്പീറ്റ് ചെയ്യാണ്, വമൻ കാന മരീളൻ, ആരെങ്കിലും രോഗിയായാലോ, ഔ അലാ സഫറിൻ, അല്ലെങ്കിൽ യാത്രയിലായാലോ, ഫഇദ്ദത്തുൻ എന്നാൽ എണ്ണം, മിൻ അയ്യാമിൻ ഉഖർ, മറ്റ് ദിവസങ്ങളിൽ നിന്നും അത്രയും എണ്ണം എടുത്തു വീട്ടിയാൽ മതിയെന്ന്. ഈ നോമ്പ് കൊണ്ട് അള്ളാഹു എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരിക്കലും നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടിയല്ല ഈ നോമ്പ് എന്ന് അള്ളാഹു പറഞ്ഞു തരാണ് അല്ലേ. ഇപ്പൊ ഇതുവരെ നോമ്പെടുക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം നോമ്പ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എങ്ങനെയാണ് ഈ ചൂടുകാലത്ത് വെള്ളം കുടിക്കാണ്ട് ഇത്രയും നേരം ഇരിക്കുക, ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ടാണ് തോന്നുക. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നോമ്പെടുക്കുന്നവർക്ക് അറിയാം അല്ലെ, അള്ളാഹു അതിനൊരു എളുപ്പം നൽകുന്നുണ്ട് നമുക്ക് എപ്പോഴും. ഇപ്പൊ യുരീദുല്ലാഹു, അള്ളാഹു ഉദ്ദേശിക്കുന്നു, ബിക്കുമുൽ യുസ്ര, അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്. വലാ യുരീദു ബിക്കും, അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല അൽ ഉസ്ര, ഉസ്ര എന്ന് വെച്ചാൽ ഞെരുക്കം. നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടിയല്ല ഒരിക്കലും നിങ്ങൾക്ക് നോമ്പ് നോൽക്കാൻ നിയമമാക്കിയെന്നാണ് അള്ളാഹു പറയണത്. വലിതുക്മിലുൽ ഇദ്ദത, നിങ്ങൾ എണ്ണം പൂർത്തിയാക്കുവാൻ വേണ്ടിയും, വലിതുകബ്ബിറുല്ലാഹു, നിങ്ങൾ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുവാൻ, മഹത്വ കീർത്തനം നടത്തുവാനും, അലാമാ ഹദാക്കും, എന്തിന്റെ പേരിലാണ് അള്ളാഹുവിനെ നമ്മൾ സ്തുതിക്കേണ്ടത്? അവൻ നിങ്ങൾക്ക് മാർഗദർശനം നൽകി, ഈ മാർഗദർശനമാകുന്ന ഈ ഖുർആൻ നിങ്ങൾക്ക് നൽകിയതിന്റെ പേരിൽ അതിന് നന്ദി കാണിച്ചുകൊണ്ടാണ് നമ്മളോട് നോമ്പെടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. ലഅല്ലക്കും തഷ്കുറൂ, നിങ്ങൾ നന്ദി കാണിക്കുവാൻ വേണ്ടി. ഈ ഖുർആൻ നമുക്ക് അള്ളാഹു മാർഗദർശനമായി അവതരിപ്പിച്ചു തന്നതിന് നന്ദി സൂചകമായിട്ടാണ് നമ്മൾ ഈ മാസം അള്ളാഹുവിന് വേണ്ടി നോമ്പ് നോൽക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് മുമ്പത്തെ സലഫുകളൊക്കെ റമദാൻ കഴിഞ്ഞ ഉള്ള 6 മാസം അവർ പ്രാർത്ഥിക്കും, അള്ളാഹു ഞങ്ങളുടെ ഈ നോമ്പിനെ ഞങ്ങൾ ഈ റമദാൻ മാസത്തിൽ അനുഷ്ഠിച്ച നോമ്പും പ്രാർത്ഥനകളും എല്ലാം സ്വീകരിക്കണമേ എന്ന് അവർ പ്രാർത്ഥിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള 6 മാസം അവരെന്താ, റമദാനിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്, ഇനി ഞങ്ങളെ ആ റമദാനിലോട്ട് എത്തിക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ നമ്മളുടെ ഒരു നന്ദി കാണിക്കലാണ് ഈ റമദാൻ മാസത്തിൽ നമ്മൾ എടുക്കണ ഈ നോമ്പും ആരാധനാകർമ്മങ്ങളും എല്ലാതും. ഈ ഖുർആൻ നമുക്ക് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ന് അള്ളാഹു നമുക്കിവിടെ പറഞ്ഞു തരികയാണ്. ഇനി അടുത്ത ആയത്ത്, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവതദ് ദാഇ ഇദാ ദഅൻ ഫല്യസ്തജീബൂ ലീ വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. ഇദാ സഅലക ഇബാദി, സഅല എന്ന് വെച്ചാൽ എന്താ, ചോദിച്ചു, നിന്നോട് ചോദിച്ചാൽ. ഇതാന്ന് വെച്ചാൽ ഒരു സന്ദർഭമാണ്, അത് എന്തായാലും ഉണ്ടാവണ കാര്യമാണ് അള്ളാഹു പറഞ്ഞത്. നിന്നോട് ആളുകൾ ചോദിക്കും, ഇബാദി എൻ്റെ അടിയാന്മാർ ചോദിക്കും, അന്നി എന്നെ കുറിച്ച്, അള്ളാഹുവിനെ കുറിച്ച് എൻ്റെ അടിയാന്മാർ നിന്നോട് ചോദിച്ചാൽ, ഫഇന്നി ഖരീബ് എന്നാൽ നിശ്ചയമായും ഞാൻ സമീപസ്ഥനാണ്. ഖരീബ് എന്ന് വെച്ചാൽ ഏറ്റവും അടുത്തുള്ള ആളാണെന്ന് അള്ളാഹു. അപ്പം അള്ളാഹു ഏറ്റവും അടുത്തുള്ളവനാണെന്ന് പറഞ്ഞു കൊടുക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയണത്. ഉജീബു ദഅവതദ് ദാഇ, ഇനി ഉജീബ് എന്ന് വെച്ചാൽ ഞാൻ ഉത്തരം നൽകും, ദഅവതദ് ദാഇ വിളിക്കുന്നവന്റെ വിളിക്കുക. അപ്പൊ നമ്മൾ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അതിന് അള്ളാഹു ഉത്തരം നൽകും. ഇദാ ദഅൻ എന്നെ വിളിച്ചാൽ, ഒരു വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരാള് എന്നെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഞാൻ അവന് ഉത്തരം നൽകുമെന്നും പറഞ്ഞു കൊടുക്കാൻ. ഫല്യസ്തജീബു എന്നാൽ അവർ ഉത്തരം തേടിക്കൊള്ളട്ടെ, ലീ എന്നോട്, വൽയുഅ്മിനൂ ബി അവർ വിശ്വസിക്കുകയും ചെയ്യട്ടെ, എന്നിൽ അള്ളാഹുൽ വിശ്വസിക്കുകയും ചെയ്യട്ടെ, ലഅല്ലഹും യർഷുദൂൻ എന്നാൽ അവര് നേർവഴിയിലായേക്കാം. അപ്പൊ നമ്മൾ ആരെ വിളിച്ച് പ്രാർത്ഥിക്കണം എന്നും ആണ് അള്ളാഹു ഇവിടെ പറഞ്ഞു തരണത്. അള്ളാഹുവിനോട് നിങ്ങൾ ചോദിച്ചു കൊള്ളുക, അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുക, എന്നാൽ നിങ്ങൾ നേർമാർഗത്തിലായേക്കാം. ഇത് റമളാനുമായിട്ട് ചേർത്ത് വെച്ചുകൊണ്ടാണ് അള്ളാഹു പറയണത് അല്ലേ. അപ്പൊ റമളാൻ മാസത്തിലെ പ്രാർത്ഥനയുടെ പ്രത്യേകത അള്ളാഹു നമുക്കിവിടെ പറഞ്ഞു തരാണ്. ഒരു നോമ്പുകാരൻ നോമ്പ് തുറക്കുമ്പോഴുള്ള പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഉത്തരം ലഭിക്കുന്നതാണെന്ന് ഹദീസുകളിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നോമ്പ് തുറക്കണ സമയത്ത് വീട്ടുകാരെ എല്ലാം ഒരുമിച്ച് കൂട്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നൊരു ഹദീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നോമ്പ് തുറക്കണ ആ ടൈമിലുള്ള പ്രാർത്ഥനയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകാൻ നമ്മൾ
ശ്രദ്ധിക്കണം. അപ്പൊ ഈ നോമ്പിനോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് അല്ലെ, എന്നെ കുറിച്ച് ചോദിച്ചാൽ നീ അവർക്ക് പറഞ്ഞു കൊടുക്കുക, ഞാൻ ഏറ്റവും അടുത്താണ്, സമീപസ്ഥനാണ്, എന്നോട് ചോദിച്ചാൽ ഞാൻ അവർക്ക് ഉത്തരം നൽകും എന്നാണ് അള്ളാഹു പറഞ്ഞത്. ഒരു പ്രാർത്ഥനയെക്കുറിച്ച് ഒരു സത്യവിശ്വാസിക്ക് ഓർക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു കാര്യം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ അള്ളാഹു അത് അപ്പം തന്നെ അതിന് മറുപടി നൽകും അല്ലെ, ഉത്തരം നൽകും. നമ്മൾ പ്രാർത്ഥിച്ച കാര്യം നമുക്ക് കിട്ടും. ഇനി അഥവാ കിട്ടിയില്ലെങ്കിൽ അള്ളാഹു എന്ത് ചെയ്യും? ആ പ്രാർത്ഥന അള്ളാഹു അവന് വേണ്ടി പരലോകത്തേക്ക് സൂക്ഷിച്ചു വെക്കും. അപ്പൊ അതായത് അതിന് പരലോകത്ത് ചെല്ലുമ്പോഴാണ് നമുക്ക് അതിന്റെ പ്രതിഫലം കിട്ടുക എന്ന്. അതല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചതിന്റെ അത്രയുള്ള തിന്മയെ അള്ളാഹു തിരിച്ചു കളയും. നമുക്ക് വരാൻ പോണ എന്തെങ്കിലും ഒരു തിന്മയെ അള്ളാഹു നമ്മളിൽ നിന്ന് മാറ്റിക്കളയും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസാണ്. കുറ്റകരമായ ഒരു കാര്യത്തിനോ അല്ലെങ്കിൽ കുടുംബ ബന്ധം മുറിക്കാനോ എന്തെങ്കിലും ആളുകൾ തമ്മിലുള്ള ബന്ധം മുറിക്കാനോ അല്ലാണ്ട് ഒരാൾ പ്രാർത്ഥിച്ചാല് അവൻ ധൃതി കൂട്ടാത്ത പക്ഷം അള്ളാഹു അവന് ഉത്തരം നൽകപ്പെടും എന്നാണ്. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, പ്രവാചകരെ എന്താണ് ഈ ധൃതി കാണിക്കുക എന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിച്ചു. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി ഇതാണ്, ഞാൻ പ്രാർത്ഥിച്ചു എന്നിങ്ങനെ പറയും, എന്നിട്ട് എനിക്ക് ഉത്തരം കിട്ടിയില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകളാണ് എന്താണ് ധൃതി കൂട്ടുക എന്ന് പറയണത്. പിന്നെ അവര് പ്രാർത്ഥിക്കുകയില്ല, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥന അവര് നിർത്തും. അങ്ങനത്തെ ആളുകളെ കുറിച്ചിട്ടാണ് ഈ ധൃതി കൂട്ടുന്ന ആളുകൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരു ഹദീസ് പറഞ്ഞത്, ഒരടിയാൻ അള്ളാഹുവിലേക്ക് 2 കൈയും നീട്ടി അതിലേക്ക് വല്ല നന്മയും ചോദിച്ചിട്ട് ഒന്നും തരാതെ രണ്ടും വെറുതെ വിടാനായിട്ട് 2നെയും പരാജയമടഞ്ഞ നിലയിൽ മടക്കി വിടുവാൻ അള്ളാഹു ലജ്ജിക്കുന്നു എന്നാണ്. അതായത് നമ്മൾ 2 കൈയും നീട്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു നമുക്കതിന് ഉത്തരം നൽകും. എന്തെങ്കിലും ഉത്തരം നൽകാതിരിക്കാൻ അള്ളാഹു ലജ്ജിക്കുന്നു. വെറുതെ അതിനെ മടക്കി വിടാൻ, ആ പ്രാർത്ഥന വെറുതെ ആക്കി വിടാൻ അള്ളാഹു ലജ്ജിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ നോമ്പുമായി ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ ആയത്ത് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. നമ്മൾ അപ്പോൾ റമളാൻ മാസത്തിലെ പ്രാർത്ഥനയുടെയും ഖുർആനുമായുള്ള ബന്ധത്തിനെയും കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഈ പേജിൽ നമ്മൾ ആദ്യം പറഞ്ഞത് വസിയത്തിനെ കുറിച്ചിട്ടായിരുന്നു. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരാൾക്ക് മരണമാസന്നമായാൽ വസിയത്ത് ചെയ്യൽ നിർബന്ധമാണെന്ന്. മരണമാസന്നമായാൽ അള്ളാഹുവോട് അടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ആർക്കൊക്കെയാണ് വസിയത്ത് ചെയ്യേണ്ടത്? മാതാപിതാക്കൾക്കും മക്കൾക്കും ഒക്കെ ആദ്യം ഉണ്ടായിരുന്നു അള്ളാഹു പറഞ്ഞത്. പിന്നീട് ഇപ്പോൾ അതിനൊക്കെ അള്ളാഹു തന്നെ കണക്ക് നമുക്ക് കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ലാത്ത അടുത്ത ബന്ധുക്കൾക്ക് ചെയ്യേണ്ട ചില ബാധ്യതകളുണ്ട്. നമ്മുടെ മതത്തിലല്ലാത്ത മാതാപിതാക്കൾ ഉണ്ടാവും, അല്ലെങ്കിൽ മക്കൾ മരിച്ചുപോയി പേരക്കുട്ടികൾ ഉണ്ടാവും. അവർക്കൊക്കെ നിർബന്ധമായും നമ്മൾ വസിയത്ത് ചെയ്യണം എന്നാണ് ഈ ആയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ അത് വസിയത്ത് എത്രയേ ചെയ്യാൻ പറ്റും? ഉള്ള സ്വത്തിൻ്റെ 1/3 ഭാഗമാണ് ഏറ്റവും കൂടുതൽ വസിയത്ത് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ വസിയത്ത് ചെയ്യാൻ പാടില്ല. ബാക്കി അനന്തരാവകാശികൾക്കുള്ളതാണ്. ഈ അനന്തരാവകാശികൾക്ക് വസിയത്തില്ല എന്നാണ്. കാരണം അള്ളാഹു അവർക്കുള്ള ഓഹരി അള്ളാഹു നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. ഓരോ അനന്തരാവകാശിക്കും അവരുടെ അവകാശം അള്ളാഹു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതിനാൽ ഇനി അനന്തരാവകാശിക്ക് വസിയത്തില്ല എന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ വസിയത്തിനെ ആരെങ്കിലും മാറ്റിമറിച്ചാൽ, അത് കേട്ടിട്ട് മാറ്റിമറിച്ചാൽ അവർക്ക് അതിൽ ശിക്ഷയുണ്ട്. പക്ഷേ ഈ വസിയത്ത് ചെയ്യണ ആള് എന്തെങ്കിലും ഒരു നല്ല രീതിയിലല്ല വസിയത്ത്, നീതിപൂർവമല്ലാത്തൊരു വസിയത്താണ് ചെയ്തെങ്കിൽ കൂടിയാലോചിച്ചുകൊണ്ട് അതിനെ നമുക്ക് നന്നാക്കുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞത് ഖുർആനെ കുറിച്ചും റമളാനെ കുറിച്ചിട്ടുമാണ്. ആദ്യകാലത്ത് റമളാനെ അള്ളാഹു നോമ്പ് നിർബന്ധമാക്കിയത് മാസത്തിൽ 3 നോമ്പായിരുന്നു എന്നാണ് അഭിപ്രായപ്പെടുന്നത്. ആദ്യത്തെ 3 ദിവസം നോമ്പെടുത്താൽ മതി. അതും എല്ലാവരും എടുത്തണമെന്ന് നിർബന്ധമില്ലായിരുന്നില്ല. നോമ്പെടുക്കാൻ കഴിവുള്ളവരും എടുക്കാതെ പകരം അതിന് പ്രായശ്ചിത്തം നൽകിയിരുന്നു. ആദ്യം അള്ളാഹു അങ്ങനെയായിരുന്നു. നമ്മൾ മദ്യപാനത്തിന്റെ കള്ളിനെ കുറിച്ചിട്ടുള്ള നിയമങ്ങളൊക്കെ അങ്ങനെ തന്നെയായിരുന്നു അല്ലേ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് അള്ളാഹു പ്രാബല്യത്തിൽ കൊണ്ടുവന്നത്. അതുപോലെ തന്നെയാണ് നോമ്പും. പെട്ടെന്ന് ഇങ്ങനെ നോമ്പ് പറഞ്ഞപ്പോൾ സത്യവിശ്വാസികൾക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അള്ളാഹു ഇങ്ങനെയായിരുന്നു ആദ്യം നിയമം വെച്ചത്. പിന്നീട് അതിനുശേഷം 1 വർഷം കഴിഞ്ഞിട്ടാണ് റമളാൻ മാസത്തിൽ ആരെങ്കിലും ഹാജരുണ്ടെങ്കിൽ നിർബന്ധമായും നോമ്പെടുക്കണം. ആരോഗ്യമുള്ള ഒരാൾ പിന്നെ ഫിദിയ കൊടുത്തിട്ട് കാര്യമില്ല. ബുദ്ധിയുള്ളവരും പ്രായപൂർത്തിയായവരും ആരോഗ്യമുള്ളവർക്കും നിർബന്ധമാണ് നോമ്പ്. അതിപ്പോൾ നോമ്പെടുക്കാണ്ട് ഞാൻ അതിന് പകരം ഫിദിയ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഫിദിയ കൊടുക്കാനായിട്ട് അള്ളാഹു പറഞ്ഞ 2 കാറ്റഗറിയാണ്. അസുഖമുണ്ടായിരിക്കുക, അത് ചെറിയൊരു അസുഖമോ പനിയോ ജലദോഷമോ ഒന്നുമല്ല പറഞ്ഞത്. ആ നോമ്പെടുത്താൽ അവരുടെ ശാരീരികമായി അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ള രീതിയിലുള്ള അസുഖമുള്ളവർക്ക് മാത്രമാണ് അങ്ങനെ ഒരു നിയമം വെച്ചിട്ടുള്ളത്. അങ്ങനെ രോഗിയോ അല്ലെങ്കിൽ യാത്രയിലോ, ചെറിയ യാത്രയല്ല, ആ യാത്ര കൊണ്ട് നമുക്ക് നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു യാത്രയാണെങ്കിൽ അവിടെ നമുക്ക്
ഇളവുണ്ട്, പകരം ഫിദിയ കൊടുത്താൽ മതി എന്ന് അള്ളാഹു പറയുന്നുണ്ട്. പക്ഷെ പിന്നെ അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ്, എന്താ, നിങ്ങൾ നോറ്റ് വീട്ടുന്നത് തന്നെയാണ്, നോമ്പ് വേറെ ദിവസം നോറ്റ് വീട്ടിയാൽ മതി, ആ നോറ്റ് വീട്ടുന്നത് തന്നെയാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം എന്നാണ് അള്ളാഹു നമുക്കിവിടെ പറഞ്ഞു തരണത്. നോമ്പ് എടുക്കണ എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകാൻ വേണ്ടിയിട്ടാണെന്നാണ് അള്ളാഹു പറഞ്ഞത്. അപ്പോൾ വിവാഹം കഴിക്കാൻ കഴിവില്ലാത്ത യുവാക്കളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശം എന്താണ്? നോമ്പെടുക്കാനാണ്. കാരണം ഈ നോമ്പ് പാപങ്ങളെ തടുക്കുന്നു, പാപങ്ങളിൽ നിന്നും ഒക്കെ തടുക്കാനുള്ളൊരു പരിചയമായിട്ടാണ് നോമ്പിനെ അള്ളാഹു പറഞ്ഞു തന്നിട്ടുള്ളത്. പിന്നെ ഈ നോമ്പ് എന്ന് പറഞ്ഞാൽ വെറുതെ ഭക്ഷണം കഴിക്കാണ്ടിരിക്കൽ മാത്രമല്ലല്ലോ, അക്രമം പറയുന്നതും പ്രവർത്തിക്കുന്നതും ആർ ഉപേക്ഷിച്ചില്ലയോ അവർ അവന്റെ ഭക്ഷണവും പാനീയവും ഉപേക്ഷിക്കുന്നത് അള്ളാഹ്ക്ക് വേണ്ടാന്ന്, ഒരാവശ്യമില്ലാന്ന്. ഇപ്പൊ വെറുതെ നമ്മൾ ഭക്ഷണം കഴിക്കാണ്ടിരിക്കണതോ വെള്ളം കുടിക്കാണ്ടിരിക്കണതോ അല്ല നോമ്പ്. നമ്മളുടെ നാവിനെ സൂക്ഷിക്കുക, അക്രമങ്ങളിൽ നിന്ന് ഒക്കെ വിട്ടു നിൽക്കുക, അതാണ് നോമ്പ് കൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. പിന്നെ നോമ്പ് പിടിക്കാൻ കഴിവില്ലാത്തവരെന്താ ചെയ്യേണ്ടത്? ഒരു സാധുവിന് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കലാണ്. അപ്പൊ അതിന് അഭിപ്രായപ്പെട്ടുള്ളത്, നമ്മളുടെ ഇത്ര അളവ് എന്നൊന്നും അള്ളാഹു പറഞ്ഞിട്ടില്ല. ഒരാളുടെ ഭക്ഷണത്തിന് ഒരു മുദ്ദ് എന്ന് വെച്ചാൽ 2 കൈയും ചേർത്ത് വെച്ചാൽ വാരിയ കിട്ടണതല്ലേ, അതാണ് ഒരു മുദ്ദ് എന്ന് പറയുന്നത്. അത്രയും ധാന്യം എന്നാണ് മഹാന്മാര് അതിനെ കണക്കാക്കിയിട്ടുള്ളത്. അപ്പൊ ഇല്ലെങ്കിൽ ഭക്ഷണം പാകം ചെയ്തിട്ടായാലും കൊടുക്കാം. നമ്മുടെ നാട്ടിൽ നമ്മൾ കഴിക്കണ തീരെ മോശം ഭക്ഷണം ആവരുത്, നമ്മൾ കഴിക്കണ ഫുഡ് അതല്ലെങ്കിൽ ഏറ്റവും നന്നാക്കാൻ പറ്റുന്നോ അത് എത്രയും നല്ലത് എന്നാണ് അള്ളാഹു പറഞ്ഞത് അല്ലെ. ഫഹുവ ഖൈറുൻ ലഹു എന്നാണ് പറഞ്ഞത്, അവനത് ഏറ്റവും നല്ലതാണ്. പിന്നെ ഒരാളുടെ അല്ല, അതിൽ കൂടുതൽ കൊടുക്കാൻ പറ്റുമെങ്കിൽ നമുക്കത് കൊടുക്കാൻ പറ്റും. പിന്നെ ഈ നോമ്പ് ഒഴിവായവരിൽ പറയണ കൂട്ടത്തില് പറഞ്ഞിരിക്കുന്നത്, നോമ്പ് മൂലം ഗർഭസ്ഥ ശിശുവിന് ദോഷം ബാധിക്കുമെന്ന് കാണുന്ന ഗർഭിണികൾ, അങ്ങനത്തെ ഗർഭിണികൾക്ക് നോമ്പ് അപ്പെടുക്കണം എന്നില്ല. പിന്നെ മുല കുടിക്കുന്ന കുട്ടിക്ക് എന്തെങ്കിലും ദോഷം വരുന്നുണ്ടെങ്കിൽ ആ മാതാവിനും ഈ കൂട്ടത്തിൽ ഉൾപ്പെടും. അതായത് ഇപ്പൊ രോഗിയുടെ കൂട്ടത്തിൽ ഇവരും ഉൾപ്പെടും, അവർ പിന്നീട് എടുത്ത് വീട്ടിയാൽ മതി എന്നാണ് പറഞ്ഞത്. എടുത്തു വീട്ടണതിന് പകരം തെണ്ടം കൊടുത്താൽ മതി എന്നൊരു അഭിപ്രായമുണ്ട്. അല്ല, തെണ്ടം കൊടുക്കുകയും വേണം, പിന്നീട് സാധ്യമാകുമ്പോൾ എടുത്ത് വീട്ടണം എന്നുള്ളൊരു അഭിപ്രായവും ഉണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയണതെന്ന് വെച്ചാൽ, നോമ്പ് മൂലം നമുക്ക് കിട്ടണ നേട്ടത്തിന്റെ അപേക്ഷിച്ച് നോക്കുമ്പോൾ തെണ്ടം കൊടുത്താൽ, അതായത് പ്രായശ്ചിത്തം കൊടുക്കുമ്പോൾ അത്രയും ഗുണം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പിന്നീട് എടുത്ത് വീട്ടാൻ കഴിയുന്നവർ എടുത്ത് വീട്ടണം എന്ന് പറയണതെന്നാണ് അഭിപ്രായപ്പെടുന്നത് കേട്ടോ. നോമ്പിനെ കുറിച്ചിട്ട് അള്ളാഹു പറഞ്ഞ എന്താണ്? മനുഷ്യന്റെ എല്ലാ കർമ്മങ്ങൾക്കും 10 ഇരട്ടി മുതൽ 70 ഇരട്ടി വരെ പ്രതിഫലം നൽകപ്പെടും. എന്നാൽ നോമ്പിനാണെങ്കിൽ എങ്ങനെയാ? നോമ്പിന്റെ പ്രതിഫലം നൽകുന്നത് ഞാനാണെന്നാണ്. എന്റെ കാരണത്താലാണ് അവന്റെ ഇച്ഛകളും ഭക്ഷണവും ഒക്കെ അവൻ ഉപേക്ഷിച്ചത്. അപ്പൊ അതുകൊണ്ട് അതിന് പ്രതിഫലം നൽകുന്നത് നാമാണ്, അതിന് കണക്കില്ലാന്ന്. അപ്പൊ അള്ളാഹു ഉദ്ദേശിക്കുന്ന അത്ര അതിന് പ്രതിഫലം ഉണ്ട് ബാക്കി ഏതൊരു കർമ്മത്തെക്കാളും എന്നാണ് അള്ളാഹു ഇവിടെ നമുക്ക് ഓർമ്മിപ്പിച്ചു തരണം കേട്ടോ. പിന്നെ റംലാനുമായിട്ട് നമ്മൾ ഓർക്കേണ്ട കാര്യം ഖുർആാനുമായുള്ള ബന്ധമാണ്. ഇപ്പൊ ഇതിൽ അള്ളാഹു ഖുർആാനിനെയാണ് റംലാനോട് ചേർത്ത് പറഞ്ഞത്. ആദ്യം പറഞ്ഞത് ഖുർആാനിനെ കുറിച്ചിട്ടാണ്. അപ്പൊ ഖുർആൻ അവതരിച്ച മാസമാണ്. അപ്പൊ എല്ലാ റംലാനിലും ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ഖുർആൻ മനഃപ്പാഠമാക്കിയത് നോക്കാറുണ്ടായിരുന്നു. അവസാനത്തെ റംലാനിൽ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താവുന്ന അതിന്റെ തൊട്ട് മുമ്പത്തെ റംലാനിൽ 2 പ്രാവശ്യം ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ഇത് ഓതിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയണത്. പിന്നെ ഈ ഖുർആനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഖൈറാണ് അല്ലെ. ഖുർആൻ അവതരിച്ച മാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് റമളാൻ മാസം. പിന്നെന്താണ്? അത് അവതരിച്ച രാത്രി ലൈലത്തുൽ ഖദർ, അനുഗ്രഹീതമായ രാത്രി അല്ലെ, 1000 മാസത്തേക്കാൾ ഉത്തമമായതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതും ഖുർആനുമായിട്ടുള്ള ഒരു ബന്ധമാണ് അല്ലെ, അവതരിച്ച രാത്രി. പിന്നെ ഏറ്റവും ഉത്തമമായ നൂറ്റാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറ്റാണ്ടാണെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. പിന്നെന്താ, നമുക്ക് ഏറ്റവും ഓർത്തിരിക്കേണ്ട ഒരു ഹദീസ് എന്താണ്? നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. അപ്പൊ അതും ഖുർആനിന്റെ ഏറ്റവും ശ്രേഷ്ഠതയാണ്. ഖുർആനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഖൈറാണെന്നാണ് പറയുന്നത്. എല്ലാത്തിലും ഏറ്റവും ടോപ്പ് എപ്പോഴും ഖുർആനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണെന്ന്. പിന്നെ പറയാനുള്ളത് യാത്രയിലെ നോമ്പിനെ സംബന്ധിച്ചിട്ടാണ് കേട്ടോ. അതിലൊരു ഹദീസ് ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, മക്ക വിജയ യാത്രയില് ഖുറാ ഉൽ ഗമീം എന്ന സ്ഥലത്ത് എത്തുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാൻ നോമ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരു കോപ്പ വെള്ളം കൊണ്ടുവരാനായിട്ട് കൽപ്പിച്ചു. എന്നിട്ട് എല്ലാ ജനങ്ങളും നോക്കി നിൽക്കുക, എല്ലാവരും കാണുമാറ് പൊക്കി പിടിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെള്ളം കുടിച്ചു. അതായത് നോമ്പിനെ വിട്ടു. പിന്നീട് അപ്പൊ ചില ആളുകൾ എന്ത് ചെയ്തു? നോമ്പുകാരായിട്ട് തന്നെ തുടർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് വിട്ടത് കണ്ടിട്ടും ചിലര് ആ നോമ്പിനെ കണ്ടിന്യൂ ചെയ്തു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ എന്താണ്? അവർ അനുസരണക്കേട് കാണിക്കുന്നവരാണ്. അങ്ങനെ 2 തവണ പ്രവാചകൻ പറഞ്ഞു എന്നാണ്. അവർ അനുസരണക്കേട് കാണിക്കുന്നവരാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. പിന്നീട് അത് കേട്ടപ്പോൾ അവരും നോമ്പ് മുറിച്ചതായിട്ടാണ് റിവായത്തിലുള്ളത്.
വേറൊരു പറയണത് എന്താണെന്ന് വെച്ചാൽ അനസ് റളിയല്ലാഹു അൻഹു പറയണത്, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട് ഒരു യാത്രയിലായിരുന്നു. അപ്പൊ ഞങ്ങളില് നോമ്പുള്ളവരും നോമ്പില്ലാത്തവരും ഉണ്ടായിരുന്നു. നല്ല ഉഷ്ണമുള്ള ഒരു ദിവസമാണ് ഞാൻ പോയത്. അപ്പൊ അവരുടെ കയ്യിൽ കുറെ പേരുടെ അടുത്ത് പുതപ്പുണ്ടായിരുന്നു. കുറെ പേര് കൈവച്ച് ഈ വെയിലിനെ തടുത്തു. അങ്ങനെ നോമ്പുണ്ടായിരുന്നവരൊക്കെ തളർന്നു പോയി. നോമ്പില്ലാത്തവരാണ് അപ്പൊ എഴുന്നേറ്റ് തമ്പുകൾ കെട്ടിയതും വാഹന മൃഗങ്ങൾക്ക്, അവരുടെ കൂടെ ഉണ്ടായിരുന്ന മൃഗങ്ങൾക്ക് വെള്ളം കൊടുക്കുകയൊക്കെ ചെയ്തത് നോമ്പില്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നോമ്പ് പിടിക്കാത്തവർ കൊണ്ടുപോയി എന്ന് പ്രതിഫലം. ഇന്നത്തെ പ്രതിഫലം നോമ്പ് പിടിക്കാത്തവരാണ് കൊണ്ടുപോയതെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അപ്പൊ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പൊ നമുക്ക് യാത്രയിൽ നോമ്പിനെ ഉപേക്ഷിക്കാം, അതിനേലും നന്മ കിട്ടുന്ന കാര്യം അവർക്ക് പ്രതിഫലം കിട്ടിയത് ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഓർമ്മിപ്പിക്കുന്നത്. പിന്നെ അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച വേറൊരു ഹദീസിൽ പറയണത്, നോമ്പുള്ളവര് ഇല്ലാത്തവരെയും നോമ്പില്ലാത്തവരോ ഉള്ളവരെയും കുറ്റപ്പെടുത്തിയിരുന്നില്ല എന്ന്. അപ്പൊ യാത്രയിൽ നോമ്പെടുത്താലും എടുത്തില്ലെങ്കിലും അത് എന്താണ്, തനിക്ക് വേണമെങ്കിൽ നോമ്പ് അനുഷ്ഠിക്കുക, അല്ലെങ്കിൽ അതിനെ വിട്ട് കളയുക എന്നാണ് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെന്താ, അള്ളാഹു നൽകിയ ഒരു ഇളവിനെ സ്വീകരിക്കുന്നതാണ് എപ്പോഴും നല്ലത് എന്നാണ് പറഞ്ഞത്. അത് ഈ യാത്ര എന്ന് പറഞ്ഞാൽ അന്നത്തെ യാത്രകൾ മരുഭൂമിയിലൂടെ വെയിൽ കൊണ്ടിട്ടുള്ള യാത്രയൊക്കെയാണ്. ഇപ്പൊ നമ്മളിപ്പോ പറയണ ചെറിയ യാത്രയൊന്നും അല്ല. അപ്പൊ നമ്മുടെ നോമ്പിനെ കൊണ്ട് നമ്മുടെ ശരീരത്തിന് വല്ലാണ്ട് ബുദ്ധിമുട്ടിപ്പിക്കരുത് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു പേജില്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു ഓഡിയോയിൽ നോക്കാം. അപ്പൊ നമുക്ക് നിർത്താം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.